ഐഫിക്സ് ഗാലറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് നിസർഗധാമയുടെ കാഴ്ചകളാണ്. കർണാടകയിലെ കുടക് ജില്ലയിൽ കുശാൽ നഗറിനടുത്താണ് നിസർഗധാമ സ്ഥിതി ചെയ്യുന്നത്. ഈ കാണുന്നതാണ് ടിക്കറ്റ് കൗണ്ടർ. ഒരാൾക്ക് ടിക്കറ്റ് വരുന്നത് 60 രൂപയാണ്. കുട്ടികൾക്ക് 30 രൂപയും. ഈ കാണുന്നതാണ് കവാടം. ഈ കവാടത്തെ അവർ അതിമനോഹരമായി അണിയിച്ചൊരുക്കിയിരിക്കുന്നു. നമുക്ക് ഉള്ളിലേക്ക് പോകാം. ആഴ്ചയുടെ അവസാന ദിവസമായതുകൊണ്ട് ഇന്നിവിടെ നല്ല തിരക്കാണ്. ഇവിടെ ഒരു ഗാർഡ് നിൽപ്പുണ്ട്. അദ്ദേഹത്തെ ടിക്കറ്റ് കാണിച്ചതിന് ശേഷമാണ് ഉള്ളിലേക്ക് കയറി പോകേണ്ടത്. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് ഇവിടുത്തെ പ്രവർത്തന സമയം. അതിമനോഹരമായ ഈ തൂക്കുപാലത്തെ കൂടെയാണ് നമ്മൾ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത്. ഈ താഴെ കാണുന്നതാണ് കാവേരി നദി. ഈ ഒരു തൂക്കുപാലത്തെ കൂടെ മാത്രമേ നമുക്ക് നിസർഗധാമയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. ഇവിടുത്തെ ഒരു ആക്ടിവിറ്റിയാണ് താഴെ കാണുന്ന ഈ ബോട്ടിങ്. ഇതിലെ നടന്നു പോയപ്പോൾ കണ്ടതാണ് താഴെ ആ മരത്തിൽ കാണുന്ന ആർട്ട് വർക്ക്. അങ്ങനെ നമ്മൾ തൂക്കുപാലം കഴിഞ്ഞ് ദ്വീപിലേക്ക് പ്രവേശിക്കുന്നു. പ്രവേശിക്കുമ്പോൾ തന്നെ നമ്മളെ സ്വാഗതം ചെയ്തുകൊണ്ട് ഒരു വെൽക്കം ബോർഡ് ഇവിടെ തൂങ്ങിക്കിടക്കുന്നു. വലത് സൈഡിലായിട്ട് ഈ ദ്വീപിൻ്റെ റൂട്ട് മാപ്പ് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. കയറി വരുമ്പോൾ തന്നെ കാവേരി അമ്മയുടെ ഒരു വിഗ്രഹം നമുക്കിവിടെ കാണാൻ കഴിയും. ഇവിടെയുള്ള നടപ്പാതകൾ കല്ലുപാകി അതിമനോഹരമാക്കിയിരിക്കുന്നു. ഇവിടെ ധാരാളം ടൂറിസ്റ്റുകൾ വന്നു പോകാറുണ്ട്. ഇനി നമ്മുടെ മുമ്പോട്ടുള്ള യാത്ര മുളങ്കാടുകൾക്കുള്ളിൽ കൂടെയാണ്. ഇതുപോലെയുള്ള ഇരിപ്പിടങ്ങൾ ഇതിൻ്റെ പല സ്ഥലത്തും ഇവർ സജ്ജീകരിച്ചിട്ടുണ്ട്. ഈ നടപ്പാത മൂടി പിടിപ്പിച്ചതിൻ്റെ ബാക്കി മെറ്റലാന്ന് തോന്നുന്നു ആ കിടക്കുന്നത്. ഈ വഴിയിലൂടെ നടക്കുമ്പോൾ കണ്ടതാണ് ഈ കൂട്. ഇവിടെയും ഇരിക്കുവാൻ ഇരിപ്പിടമുണ്ട്. ഈ പിള്ളേർക്ക് പേരൊക്കെ കണ്ടുപിടിക്കാനുള്ളവർ ഇവിടെ വന്നാൽ മതി. ഇല്ലേ കൂടെ ഉണ്ട് കേട്ടോ ആവശ്യമുള്ള പേര്. അത്യാവശ്യം നല്ല പേരുകളാണ് മൊത്തം. ഇതിന്റെ കുഴപ്പമില്ല. എല്ലാം മലയാളികളാട്ടോ. മലയാളികളെല്ലാം തോന്നും. അല്ലാണ്ട് അജു, അപ്പു, മുത്തു എല്ലാം മലയാളികളാണ്. സാംസ്കാരിക വിരോധികൾ. ആ കലകളുടെ കമന്ററിക്ക് ശേഷം ഞങ്ങൾ മുമ്പോട്ട് നടന്നു. ശരിക്കും കേട്ടോ എനിക്ക് ഇന്ന് ടിവിയുടെ സൗണ്ട് കേൾക്കുന്നതാണ്. പഴയകാല കുടക് മനുഷ്യരുടെ ജീവിത രീതികൾ ഇവിടെ പ്രതിമകളുടെ രൂപത്തിൽ നിർമ്മിച്ചു വെച്ചിരിക്കുന്നത് കാണാം. മനോഹരമായ ഒരു ഇരിപ്പിടമാണിത്. കൊടക് സ്ത്രീകളുടെ ട്രഡീഷണൽ ഡാൻസ് രീതിയാണ് ഈ കാണുന്നത്. അതിമനോഹരമായി തന്നെയാണ് ഇവർ ഇത് പരിപാലിച്ചു പോരുന്നത്. തിങ്ങി നിറഞ്ഞിരിക്കുന്ന മുളങ്കാടുകളാണ് ഈ പ്രദേശത്തിന് ഭംഗി നൽകുന്നത്. ഇവിടെ 2 തരത്തിലുള്ള മുളകൾ നമുക്ക് കാണാൻ കഴിയും. ഒന്ന് മഞ്ഞയാണെങ്കിൽ മറ്റൊന്ന് നമ്മളിവിടെ കാണുന്ന പച്ചമുളയാണ്. ഇത് ഏകദേശം 64 ഏക്കറോളം വരുന്ന ഒരു ദ്വീപാണ്. ഈ മുളങ്കാടിനുള്ളിൽ തന്നെ അവർ നിർമ്മിച്ചിരിക്കുന്ന ഒരു ഏറുമാടവും നമുക്ക് കാണാം. ഇതിനു മുകളിൽ കയറിയാൽ ചുറ്റുമുള്ള കാഴ്ചകൾ കാണുവാനും അവ ആസ്വദിക്കുവാനും സാധിക്കും. ഇവിടെയുള്ള ഇരിപ്പിടങ്ങൾക്കെല്ലാം പല രൂപങ്ങളാണ്. അതുകൊണ്ട് തന്നെ അവ കാണാനും നല്ല ഭംഗിയുള്ളതാണ്. നമുക്ക് മുമ്പോട്ട് നടക്കാം. ഈ കാണുന്നത് ഇവരുടെ പഴയകാല ഒരു ഡാൻസാണ്. ഇവിടെ ഒരു ബേർഡ് പാർക്കുണ്ട്. നമുക്ക് അവിടെ ഒന്ന് കയറാം. ഇവിടെ ഒരാൾക്ക് എൻട്രി ഫീ വരുന്നത് 30 രൂപയാണ്. ഇനി നമുക്കിതിൻ്റെ ഉള്ളിലെ പക്ഷികളെ കണ്ടിട്ട് വരാം. പല നിറങ്ങളിലും വർണ്ണങ്ങളിലുമുള്ള പക്ഷികളെ നമുക്കിതിൻ്റെ ഉള്ളിൽ കാണുവാൻ സാധിക്കും.
ഇവിടെ ഒരു സിപ്പ് ലൈനും കൂടിയുണ്ട്. ഇതിൻ്റെ ഉള്ളിലെ ഓരോ ആക്ടിവിറ്റിക്കും പ്രത്യേകം ചാർജ് ഈടാക്കുന്നതാണ്. കുറച്ചുകൂടി മുമ്പോട്ട് വരുമ്പോൾ ഇവിടെയൊരു ഡീർ പാർക്കുണ്ട്. ചെറുതും വലുതുമായ കുറേ മാനുകളെ നമുക്കിവിടെ കാണാൻ സാധിക്കും. പാർക്കിനോട് ചേർന്ന് തന്നെ മറ്റൊരു ഏറുമാടവും കാണാൻ സാധിക്കും. ഇവിടെ ഒരു ഗേറ്റ് ഉണ്ട്. അതിലെ ഇറങ്ങിച്ചെല്ലുന്നത് കാവേരി നദിയിലേക്കാണ്. ഈ നദിയിൽ ധാരാളം ആൾക്കാരെ കാണാം. ഈ ദ്വീപ് കാവേരി നദിയാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. നമുക്കിനി മുമ്പോട്ട് പോകാം. വരുമ്പോൾ കണ്ടതാണ് ഈ വലിയ ചെതൽപ്പുറ്റ്. ഇതുപോലുള്ള പഴയ കലാരൂപങ്ങൾ ഇവിടെ പലയിടത്തും നമുക്ക് കാണാം. അതിമനോഹരമായ ഒരു ഇരിപ്പിടം കൂടി നമുക്കിവിടെ കാണാം. ഇവിടുത്തെ ഏറ്റവും ഭംഗിയുള്ള ഒരു ഇരിപ്പിടം കൂടിയാണിത്. കുട്ടികൾക്ക് കളിക്കുവാനുള്ള ഒരു പ്ലേ ഗ്രൗണ്ട് ഇവിടെയുണ്ട്. ഇവിടെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അത്യാവശ്യം എല്ലാ ഭക്ഷണങ്ങളും ഇവിടെ കിട്ടും. നമുക്കൊരു ചായ കുടിക്കാം. മടിക്കേരിയിൽ നിന്ന് ബാംഗ്ലൂർ ഹൈവേയിൽ കൂടി ഏകദേശം 15 കിലോമീറ്റർ യാത്ര ചെയ്യുമ്പോൾ നിസർഗധാമയുടെ എൻട്രൻസിൽ എത്തിച്ചേരാം. ഇന്നത്തെ വീഡിയോയും ഇന്നത്തെ കാഴ്ചകളും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോയും പുതിയൊരു കാഴ്ചയുമായി വീണ്ടും കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയിൽ ജെറിക്കൊപ്പം സൈനിങ് ഓഫ് ഷിബിൻ.